കവർച്ചയ്ക്കിടെ വൃദ്ധയെ തീയിട്ട് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയതായി സംശയം. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലാണ് സംഭവം നടന്നത്. ആട്ടയാമ്പതി സ്വദേശി സരസമ്മാളിനെയാണ് പ്രദേശവാസികളായ യുവാക്കൾ ചേർന്ന് കൊലപ്പെടുത്തി കുഴിച്ചിട്ടത്. 66 വയസ്സുകാരിയായ സരസമ്മാളിന്റെ ആഭരണങ്ങൾ മോഷ്ടിക്കുന്നതിനിടെയാണ് കൊലപാതകം നടന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ വാർത്തയുടെ വിവരങ്ങൾ അരുൺ ആലത്തൂരാണ് നൽകുന്നത്. അരുണെ, ഈ സരസമ്മാളിനെ കഴിഞ്ഞ മാസം 10-ാം തീയതിയോടടുപ്പിച്ച് കാണാതായി എന്നുള്ളതാണല്ലോ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിന് പിന്നിൽ ഈ പരിസരവാസികളായ യുവാക്കളാണ് എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് പോലീസ് എത്തുന്നത്? എങ്ങനെയാണ് ഈ യുവാക്കളുടെ ഈ ഒരു ക്രൂരത പുറത്തു വരുന്നത്? അരുൺ. ആതിര, കഴിഞ്ഞ മാസം 10-ാം തീയതിയാണ് വടകരപ്പതി ആട്ടയാമ്പതി സ്വദേശിയായിട്ടുള്ള സരസമ്മാൾ എന്ന 66 വയസ്സുകാരിയെ കാണാതാവുന്നത്. ഇതാണ് അവരുടെ വീട്. ഈ വീട്ടിൽ വെച്ചാണ് അവരെ കാണാതാവുന്നത്. സാധാരണഗതിയിൽ നാട്ടുകാരൊക്കെ അവരെ എപ്പോഴും ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ എപ്പോഴും കാണാറുണ്ട്. പക്ഷെ പെട്ടെന്ന് അവരെ കാണാതായതോടുകൂടി നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഇവരെ കാണാനില്ല എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുകയും അവർ ബന്ധുക്കളെ വിവരം അറിയിക്കുകയുമായിരുന്നു. അങ്ങനെ ബന്ധുക്കളെ വിവരം അറിയിച്ച സമയത്ത് ബന്ധുക്കൾ കൊഴിഞ്ഞാമ്പാറ പോലീസിലെ പരാതി നൽകി. തുടർന്ന് കൊഴിഞ്ഞാമ്പാറ പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് പ്രദേശവാസികളായ 2 യുവാക്കളെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ കസ്റ്റഡിയിലെടുക്കുന്നത് 2 യുവാക്കൾ, ഒരാൾ 17 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, മറ്റൊരാൾ 19 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അതിൽ ഈ 19-കാരനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇതൊരു കൊലപാതകമാണ് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതായത് ഈ സരസമ്മാളിൻ്റെ സ്വർണം മോഷ്ടിക്കുക എന്നുള്ളത് ലക്ഷ്യമിട്ടുകൊണ്ട് പ്രതികൾ ആദ്യം ഈ ഒരു വൃദ്ധയുടെ തലയ്ക്ക് ഇരുമ്പ് കമ്പി കൊണ്ട് അടിക്കുകയും അങ്ങനെ ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ചതിന് ശേഷം പിന്നീട് ഈ വീട്ടിൽ വെച്ചിട്ട് അവരുടെ മൃതദേഹം ഒരു ചാക്കിലിട്ട് ഡ്രമ്മിലിട്ട് കത്തിക്കുകയും കത്തിച്ചതിന് ശേഷം ആ അവശിഷ്ടങ്ങൾ പിന്നീട്, അതായത് ഇവിടെ ഈ ഒരു ഷീറ്റിട്ട് കാണാൻ സാധിക്കും, ഈ ശുചിമുറിക്കകത്ത് വെച്ചാണ് ഇവർ ഒരു ഡ്രമ്മിനകത്ത് ഇട്ട് കത്തിക്കുന്നത് മൃതദേഹം. ആ മൃതദേഹം കത്തിച്ചതിന് ശേഷം പിന്നീട് അതിൻ്റെ അവശിഷ്ടങ്ങൾ ഒരു ചാക്കിലാക്കി ഈ വീടിൻ്റെ പുറകിൽ കൊണ്ടുപോയി സംസ്കരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രതികൾ ഏതായാലും പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ നാടൊന്നാകെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ട്. ഇത്തരത്തിൽ ഒരു സ്വർണത്തിന് വേണ്ടി 66-കാരിയെ ഇങ്ങനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് വിശ്വസിക്കാനാവാത്ത ഒരു സാഹചര്യത്തിലാണ് നാടൊന്നടങ്കം. കാരണം ഈ 2 ഗ്രാം 1-2 ഗ്രാം തൂക്കം വരുന്ന ഒരു മൂക്കുത്തിയാണ് സരസമ്മാളിനുണ്ടായിരുന്നത്. ആ സ്വർണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് ഈ യുവാവ് എന്നുള്ളതാണ്. പ്രദേശവാസികളായ ആളുകൾ തന്നെ ഇവിടെയുണ്ട്. നമുക്ക് ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഇവർ ഇവിടെ തന്നെ എപ്പോഴും ചുരുക്കിറങ്ങി നടക്കും. പിന്നെ ഇപ്പൊ സ്ഥിര താമസമില്ല, മുമ്പുണ്ടായിരുന്നു. 3 വർഷമായിട്ടില്ല. ലഹരി ഉപയോഗിക്കുന്നുണ്ട് സാർ. എപ്പോഴും വൈകുന്നേരം കഴിഞ്ഞ് ഇവര് വട്ടം ചുറ്റി അവിടെ ഇവിടെ ചുറ്റി നിൽക്കാറുണ്ട്. ലഹരിയുടെ ഒരു വലിയ മാഫിയ. കണ്ടെത്തിയത് വീടിന്റെ ഏത് പരിസരത്തുനിന്ന് മൃതദേഹം കണ്ടെത്തിയത് എന്ന് പറഞ്ഞാൽ മൃതദേഹം ഇല്ലല്ലോ, ഇപ്പൊ കത്തിച്ച് കളഞ്ഞല്ലോ. അവര് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, പുറത്ത് വെച്ചിട്ടുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. ഇനിയിപ്പോ അത് അവരുടെ നീക്കങ്ങൾ അനുസരിച്ചിട്ട് ഇല്ലില്ല. ആ പയ്യൻ മാത്രം വന്ന് 10 ദിവസം താമസിച്ചു. അച്ഛനും അമ്മയൊക്കെ തമിഴ്നാടാണ്. ആ പയ്യന്റെ വീട് തന്നെ, അച്ഛന്റെ വീട് തന്നെ, മുത്തുകുമാറിന്റെ അച്ഛന്റെ വീട് തന്നെയാണത്. അവരുടെ വീട് തന്നെയാണ്. പക്ഷേ ഇവരിവിടെ താമസമില്ല. 3 വർഷമായിട്ട് തമിഴ്നാടാണ്. ഈ പയ്യൻ ഒരു പെൺകുട്ടിനെ കൊണ്ടുവന്നപ്പോ മാത്രം ഇവിടെ താമസിച്ചാണ്. മുത്തുകുമാർ 19 വയസ്സുകാരൻ, 17 വയസ്സുള്ള ആ പയ്യന്റെ വീട് തൊട്ടപ്പുറത്ത് സഹായം ചെയ്തു. ശരിക്കും അവൻ 2 പേരും കൂടെ സഹായിച്ചു കൊന്നു. ലഹരിയാണ് സാറേ, ഒരുപാട് ലഹരിയുടെ ഉപയോഗം, വല്ലാത്ത ലഹരിയുടെ ഉപയോഗമുണ്ട്. അത് എന്തായാലും ഇനി ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾ തന്നെ അതിന്റെ പുറകെ നടന്ന് ഇവിടെ നിന്ന് അത് തൂത്ത് വാരിയിട്ടേ വിടുള്ളൂ. ഈ മുത്തുകുമാർ ഇവിടെ വന്ന് ആ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് സാറേ വന്ന് 10 ദിവസം സുഖമായിട്ട് ഇരുന്നു. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാണ് ഇവര് ഇത് ചെയ്തതെന്നുള്ളത്. സ്വർണം എന്ന് പറയുമ്പോൾ ഇവരുടെ കയ്യിൽ അത്രയൊന്നുമില്ല സാറേ. ആകെ മൂക്കുത്തിയും കമ്മലും മാത്രമേ ഉള്ളൂ. 2 മൂക്കിലുള്ളത്. ഏതായാലും ഈ സ്വർണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇങ്ങനെ ഈ 66-കാരിയുടെ സ്വർണം മോഷ്ടിക്കുക ലക്ഷ്യമിട്ടാണ് ഇവർ ഇത്തരത്തിലൊരു കൊടും ക്രൂരത ചെയ്തത് എന്നുള്ളതാണ്. നാട്ടുകാരായ ആളുകളൊക്കെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. പോലീസ് അല്പസമയം മുമ്പാണ് ഇവരെയൊക്കെ ഇവിടെ നിന്നും നാട്ടുകാരെയൊക്കെ ഇവിടെ നിന്നും മാറ്റിയത്. ഏതായാലും നാട്ടുകാർക്ക് ഒന്നടങ്കം ഇത് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. കാരണം അവർ എപ്പോഴും കാണാറുള്ള വ്യക്തിയാണ് ഈ
സരസാൾ എന്ന് പറയുന്ന വ്യക്തി, അവരാണ്. എന്താണ് നിങ്ങൾ ഈ സരസാളിനെ എപ്പോഴും കാണാറില്ലല്ലേ? എപ്പോഴെങ്കിലും കാണുകയുള്ളൂ. ഞങ്ങൾ പണിക്ക് പോവുകയല്ലേ, പഞ്ചായത്ത് പണിക്ക് പോയി പറഞ്ഞാൽ ഞങ്ങൾ രാത്രി 6 മണിക്ക് വീട് വരും. വരുമ്പോൾ അവിടെ വിളക്ക് കത്തും. അത് തന്നെ ഞങ്ങൾക്ക് അറിയുള്ളൂ. പിന്നെ അവൾ പകൽ മുഴുക്കം മാർക്കറ്റിൽ പോയി എന്തെങ്കിലും പച്ചക്കറികൾ ആകാത്തതിനെയൊക്കെ കൊണ്ടുവന്നിട്ട് തൊലിച്ചിട്ട് ആർക്കെങ്കിലും വിലയ്ക്ക് കൊടുക്കുവേ. അത് തന്നെ ഞങ്ങൾക്ക് അറിയുള്ളൂ. പിന്നെ ഞങ്ങൾ അവളിനെ എപ്പോഴും നോക്കിയിട്ടിരിക്കുന്ന പണിയില്ല, ഞങ്ങൾക്കറിയില്ല. ആ 1 മാസം പിടിച്ച് തന്നെ കാണാല്ല. ഇവർ വന്ന് പറഞ്ഞിട്ടാണ് അമ്മനെ കാണാലെന്ന് മകള് വന്ന് പറഞ്ഞിട്ട് തന്നെ ഞങ്ങൾക്കേ വിവരം അറിഞ്ഞത്. മകള് വന്ന് അയലും പക്കമൊക്കെ കേട്ടപ്പോഴാണ് ഞങ്ങൾക്കേ അറിഞ്ഞത്. നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? ഇത് நாங்க டெய்லி சாப்பாடு கொண்டு வந்துருக்கிறோம் அம்மாவுக்கு. அப்பதான் எங்களுக்கு தெரியும் அம்மா காணாம போனது. நீங்க எப்பவுமே சாப்பிட்றதுக்கு சாப்பாடு இங்க கொண்டு வந்து அம்மாக்கு கொடுத்துருவோம். ஆமா, அம்மா இங்க வந்து அங்கதான் தமிழ்நாட்டுல தான் இருந்தாங்க. அம்மா இங்க வந்து 1 வாரம் தான் ஆச்சு. இங்கதான் இருக்கிறாங்க. அங்க 1 மாசத்துக்கு இங்க 1 மாசத்துக்கு அப்படி மாத்தி மாத்தி இருப்பாங்க. தமிழ்நாட்டுல வேற வீடு இருக்குது. வீடு இருக்கும். அந்த வீட்ல இருந்து இங்க தங்கறதுக்காக 1 வீக்கா வந்தாங்க. ஆமா, 1 வீக்கா இங்க வந்து இருப்பாங்க, அங்கேயும் இருப்பாங்க. அப்படி நீங்க உங்களை பார்க்க முடியாம அப்படி எங்க காணவில்லைன்னு தெரிஞ்சது? ஆமா, அப்பதான் தெரிஞ்சது. சாப்பாடு கொண்டு வந்து கொடுக்கும் போது அம்மாவை காணோம்னு தெரிஞ்சது. நீங்க அப்படியே போலீஸுக்கு இன்ஃபார்ம் பண்ணு. அப்போ சாயந்தரமே நான் கொண்டு போலீஸ்க்கு கொண்டு கொடுத்துட்டோம், பெட்டிஷன் கொடுத்துட்டோம். அந்த வியாழக்கிழமைக்கே. നിങ്ങൾ ഈ ഇപ്പൊ കത്തിച്ചത് ഇവിടെ വെച്ചിട്ടാണെന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ പോലും കണ്ടു? ഒന്നുമേ കണ്ടിട്ടില്ല. തൊട്ടിട്ടുള്ളിലിട്ട് കത്തിച്ചത് നമുക്ക് എന്താ അറിയുള്ളൂ. ഇന്ന് കാലത്ത് ഇപ്പോൾ അവർ മറ്റേ പയ്യനെ പിടിച്ച് 2 പൊട്ടിച്ചപ്പോൾ ശേഷമാണ് പറഞ്ഞു ഞങ്ങളെ ചെയ്തതെന്ന്. ഇരുമ്പ് വടി കൊണ്ട് തല്ലി, കത്തി കൊണ്ട് കുത്തി, തൊട്ടിയിലിട്ട് സാരിയൊക്കെ ഇട്ട് തീ കത്തിച്ചിട്ട് വേഗാത്ത കാരണം കൊണ്ടാണ് ബാക്കിൽ കൊണ്ടുപോയി എല്ലിനെയൊക്കെ കൊണ്ട് ബാക്കിലിട്ട്. പോലീസിൻ്റെ അടുത്ത് മൊഴി പറഞ്ഞ പിള്ളേർ അതാ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് പിന്നെ അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് പോലീസ് പറഞ്ഞിട്ട് അറിഞ്ഞത്. യുവാക്കളെ നേരത്തെ അറിയില്ല? നേരത്തെ ഒരു യുവാവിനെ മാത്രമേ അറിയുള്ളൂ, അത് ഇവിടുത്തെ പയ്യനാണ്. പിന്നെ ഒരു പയ്യനെ നമുക്ക് അത്രയ്ക്ക് പരിചയമില്ല. അത് എപ്പോഴും ഞങ്ങൾ കണ്ടിട്ടില്ല. இல்லை இவன் இப்போ தானே ஒரு 6 மாதத்துக்கு முன்பு ஒரு தினம் தலை வெட்டி வேலந்தாளத்தை வச்சு வெட்டி ஒரு 6 மாதம் இவன் திருச்சூர் ஜெயிலிருந்து இப்போ தானே வந்திருக்கணும். அது அல்ல, அவൻ്റെ പേരെന്താണ്? ശിവരാജ് എന്ന് പറയുന്നത്. വേലന്താളത്ത് പബ്ലിക്കിൽ വെച്ചിട്ട് വരാൻ വെട്ടി തലയൊക്കെ വെട്ടി കള്ളുകടയുടെ ഓപ്പോസിറ്റിൽ. അത് പിന്നെ പോയി ഉള്ളിൽ ഇപ്പോൾ 6 മാസം മറ്റേ തൃശ്ശൂരിലായിരുന്നു. ഇപ്പൊ തന്നെ വന്നിരിക്കണം പുള്ളി. അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാനാവാത്ത സംഭവമാണ്. അതെ അതെ അതെ. എന്താ ഇത്രയും ഒരു പ്രായമുള്ള ഒരു ചെക്കന്മാർ, ഇത്രയും ഒരു അമ്മ പാവം രാവിലെ 7 മണി 6:30 ഇവിടുന്ന് പോകും. എന്താ വെച്ചാൽ പച്ചക്കറിയിൽ മാർക്കറ്റില്ല, അത് പാവങ്ങൾ വലിയ മാർക്കറ്റാണ് വേലന്താളത്ത്. അവിടുന്ന് പച്ചക്കറികൾ പൊറിക്കുക, ആളുകൾ ചില ഹെൽപ്പൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് അവൾ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ട് 10, 5, 25, 30 വിറ്റിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വരുന്നത് 6:30, 7 മണിയാണ്. ഇത് ട്രൈബൽ ഏരിയ ആണ്. ട്രൈബൽ ഏരിയ കാരണം ഇപ്പം നമുക്ക് പല ഇത് അസുഖങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മളെങ്ങനെ പല ടൗൺ പോലെ ഒന്നുമല്ല. ഇത് രാവിലെ വന്ന് നമ്മളെല്ലാം പണിക്ക് പോയി വൈകുന്നേരം 6 മണിക്കുള്ളൂ. ഒരു വീട്ടിൽ ഒരു മനുഷ്യനുണ്ടാവില്ല. പിന്നെ അവർ വീട്ടു പണിയും ചോറ് വയ്ക്കണം, മക്കളെ നോക്കാൻ മാത്രമേ സമയമുള്ളൂ. പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ പറയാൻ ഒരു വീട്ടിൽ ഇരിക്കണം, അങ്ങനെ ഒരു ഗ്യാപ്പ് ഇവിടെ ഇല്ല. ഒരു ട്രൈബൽ ഏരിയ കാരണം അവരുടെ കാര്യം മാത്രം നോക്കി ഈ അമ്മ മകളുടെ 1 മാസം ഒരിക്കൽ ഇവിടെ ഇരിക്കും. രാവിലെ 6 മണിക്ക് പോയി വൈകുന്നേരം 7 മണിക്ക് വരും. കാണാനൊന്നും പറ്റുന്നില്ല. പൈസയായ ഒരു സ്ത്രീയാണ്, പാവപ്പെട്ട ഒരു സ്ത്രീയാണ്. നമുക്ക് ഒരുപാട് ഒരു കസ്റ്റമറാണ്. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ്. നമുക്കൊരു എന്തെങ്കിലും അസുഖമാണെങ്കിലും എന്തെങ്കിലും ക്യാമ്പിൽ വരുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു അമ്മയാണ്. പക്ഷെ ഇങ്ങനൊരു സ്ഥിതി വരാൻ പാടില്ല. അങ്ങനെ ഒരിക്കലും അപമാനെ വിടരുത്. എന്നിട്ട് 1, 2, 3 മൂന്നാമത്തെ ഇതിൻ്റെ ഇരട്ടി അവർക്ക് ശിക്ഷ കൊടുത്താണല്ലോ. എന്നിട്ട് പാവപ്പെട്ട കൊച്ചു കുട്ടികൾ ജീവിച്ച ഏരിയയാണ്. നിങ്ങൾ അറിയില്ല, ഒരു ട്രൈബൽ ഏരിയ ഇപ്പോൾ സംഭവിക്കുന്നത് പല സ്ഥലത്ത് പല സംഭവം നടക്കുന്നുണ്ടല്ലോ. അപ്പം ഇങ്ങനെയുള്ളവർക്ക് ശിക്ഷ കൊടുത്താലേ മറ്റുള്ളവർ പഠിക്കാൻ പറ്റുള്ളൂ. അത് ശിക്ഷ നിങ്ങൾ എന്തായാലും അതിൻ്റെ ശിക്ഷ ആക്ഷൻ നിങ്ങൾ എടുത്തേ ആയിരിക്കണം. മനസ്സാക്ഷിയുള്ളവർക്ക് കേട്ടു നിൽക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് അരുൺ പാലക്കാട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അതിക്രൂരമായ കൊലപാതകത്തിന്റെ വിവരങ്ങൾ. 66 വയസ്സുള്ള ഒരു വയോധികയെ എങ്ങനെയൊക്കെ ക്രൂരമായി കൊലപ്പെടുത്താൻ കഴിയുമോ അങ്ങനെ അങ്ങ് കൊന്നു കളഞ്ഞു ആ യുവാക്കൾ. അതായത് വെറും ഒരു ഇത്രയും പോകുന്നൊരു മൂക്കുത്തിക്കും 2 കമ്മലിനും വേണ്ടി അതിക്രൂരമായി കൊലപാതകം നടത്തിയിരിക്കുകയാണ്. എന്തായാലും ആ നാട്ടുകാർ പറയുന്നത് പ്രകാരം ആ പ്രതികളെ പിടിച്ച് 2 പൊട്ടിച്ചതോടുകൂടി അവർ സത്യം തുറന്നു പറഞ്ഞു എന്നാണ് പറയുന്നത്.